പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, മനസ്സരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലരാകേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എന്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഇന്ന് തിരുസഭ വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നു. നമ്മുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയൊക്കെയും യേശുവിനെ നമുക്ക് മറ്റുള്ളവർക്ക് നൽകാം. യേശു ചിന്തിച്ചതുപോലെയും പറഞ്ഞതുപോലെയും പ്രവർത്തിച്ചതുപോലെയൊക്കെ നമ്മൾക്കും ചെയ്യാം. യേശുവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ആവശ്യമില്ലാത്തതൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. അതിനുവേണ്ടി നമ്മൾ രക്തസാക്ഷിയാകുന്നതിന് വരെ നമ്മൾക്ക് ധൈര്യത്തോടുകൂടിയിരിക്കാം. സമൂഹത്തിന് നല്ല മാതൃക നിറഞ്ഞ ഒരു ജീവിതം കാഴ്ചവെക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.